എൻ്റെ മോനെ അലക്ക് കാണല്ലേ? ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ പിന്നെ കുറച്ച് തുണി അലക്കിയേക്കാന്ന് വിചാരിച്ച്. അവൾ അലക്കൂലേ? അല്ല, ഞാൻ അലക്കില്ലെങ്കിൽ അവൾ അലക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവൾ അലക്കട്ടെ. അല്ലാതെ ഇത് ഏതലക്കാണെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാനിത് അങ്ങ് അലക്കിയേക്കാന്ന് വിചാരിച്ചു. നീ അലക്കില്ലെങ്കിൽ അവൾ എടുത്തിട്ട് അലക്കുവോ? അതാ. വിരിക്കടാ. അപ്പം പോക്കോ, ഞാൻ വിരിച്ചോളാം. നിന്റെ വിരിയൊന്ന് കാണട്ടെ. വാടാ. അപ്പം പോക്കോന്നേ, ഞാൻ വിരിച്ചോളാം. നീ വിരിക്കടാ. നന്നായി. ഇതും കൂടി വിരിക്കും. എന്നുപോലെടാ നീ പാവടയും ബ്ലൗസൊക്കെ ഇടാൻ തുടങ്ങിയത്? അല്ലപ്പോ ഈ ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോ അഭേദ്യമായൊരു ബന്ധം ഉണ്ടാവുമല്ലോ. ഉളുപ്പില്ലേടാ. ശരിക്കും പറഞ്ഞ എൻ്റെ ആൻറ്റോ, നീ ശരിക്കും എൻ്റെ മോൻ തന്നെ. വെറും പാവാട. അപ്പൻ ഇപ്പോഴെങ്ങനെ തോന്നിയല്ല എന്ത് ഞാൻ പാവാണെന്നുള്ള കാര്യം? പാവാണെന്നല്ല പറഞ്ഞത്, നീ വെറും പാവാട. നീ നിന്റെ അനിയനുണ്ടല്ല, അവനെ കണ്ടുപിടിക്ക്. അവനാണ് ആട്. ഞാൻ പറഞ്ഞതിനും മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നു, 2 പെഗ് അടിക്കാൻ പോണം. അത്രയല്ലേ ഉള്ളൂ, നടക്കൂല. അതെ, ഞാൻ ചെന്നില്ലെങ്കിലേ ഞാൻ മണ്ണുണ്ണിയാണ്, ഒരു പെങ്കോന്തനാണ് എന്നൊക്കെ എൻ്റെ കൂട്ടുകാരന്മാർ വിചാരിക്കൂലടി. ഇതിൽ കൂടുതൽ ഇനി എന്ത് വിചാരിക്കാനാണ്? അപ്പൻ അവക്കടെ കാലിനെന്ത് പറ്റിയടാ? അയ്യോ, ഇവക്കടെ കാലിലല്ല കുഴപ്പം, എൻ്റെ കൈക്കേ 2 ദിവസമായിട്ട് ഭയങ്കര തരിപ്പ്. നിന്റെ തരിപ്പ് മാറ്റിക്കൊണ്ടിരിക്കണോ? അപ്പൊ ഡോക്ടർ പറഞ്ഞ ഇടക്കൊന്നിങ്ങനെ എക്സസൈസ് ചെയ്യണോന്ന് പറഞ്ഞു. ചെയ്തോണ്ടിരിക്കണല്ലേ? ഒരു കാലിൽ 2 കാലും ചെയ്താ? 2 കൈക്കും കുഴപ്പമില്ല. നിന്റെ ചേട്ടനെ ഞാൻ കണ്ട്, അവനവിടെ അലക്ക്. നീ ഇവിടെ തിരുമ്. അലക്കി തിരുമാണല്ലോടാ. വാഴ വെച്ചാ മതിയായിരുന്നു. അപ്പനെന്തോ വാഴ വെക്കണ കേസ് പറഞ്ഞു. 2 വാഴ വെച്ച ഒരു കർഷകൻ. അവന്റെ ഒരു വിലാപം, അവന്റെ ഒരു വിഷമം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി 2 വാഴകളെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണായിരുന്നു. അല്ലപ്പാ, അപ്പന് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവസരം നോക്കി നടക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ അപ്പന്റെ മക്കള് തന്നെയല്ലേ. അല്ല, അപ്പൻ അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരോട് ചോദിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞാ പോരെ? അല്ല, അപ്പന് പേടിയുണ്ടെങ്കിൽ വരുന്ന ഞായറാഴ്ച നമ്മുടെ ആണ്ടാണ്. പറയണേ കേട്ടാ? കേട്ട്. എന്താ കേട്ടത്? ഞായറാഴ്ച അപ്പന്റെ അമ്മയുടെ ആണ്ടാണെന്നല്ലേ? എന്റെ അമ്മയുടെ അല്ല, നിന്നെയൊക്കെ പ്രസവിച്ച നിന്റെ ഒക്കെ അമ്മച്ചിയുടെ ആണ്ടാണെന്ന്. പോയതറിഞ്ഞില്ല. അമ്മേ അതല്ല, 1 വർഷം പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എങ്ങനെ പോകാതിരിക്കും? 2 കെട്ടിക്കൊണ്ടുവന്ന് ഇടവും ബലവും നിർത്തി അവള് നേരെ മേലോട്ട് പോയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വിധി. അവളെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗമായിരുന്നു. അവളോട് ചോദിക്കാതെ ഞാനൊരു കാര്യവും ചെയ്യാറില്ല. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചവനാണ് ഞാൻ. അവൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത്രയ്ക്കും എനിക്ക് ഇഷ്ടമായിരുന്നു അവളാ. അങ്ങനെ തന്നെയാണ് ഞങ്ങളും ചെയ്യണത്. ഞങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കാൻ ഞങ്ങളൊന്നും ചെയ്യൂലല്ലോ. എന്താ കർത്താവേ, ഞാൻ വെച്ച 2 വാഴയും കൂമ്പടഞ്ഞു പോയല്ല. വിളിച്ചിട്ട് എന്താ ഇത്ര താമസം? അല്ല, അപ്പനുമായിട്ട് അവിടെ സംസാരിച്ചോണ്ടിരിക്കണായിരുന്നു. തുണി അലക്കിയായിരുന്ന? തുണി അലക്കിട്ടല്ല ഞാൻ അവിടെ വന്ന് നിന്നത്. വേഗം അലക്കി ഉണക്കി എടുക്ക്. വൈകുന്നേരം അതിട്ടോണ്ട് വേണം പോകാനായിട്ട്. പോവാ. മുണ്ടും മാടി കുത്തിയൊക്കെ നിക്കണണ്ടില്ലേ? തിത്തു കോലോണ് നിങ്ങള്. നിങ്ങളുടെ അനിയനെ കണ്ടുപിടിക്കും. അവനിട്ടിരിക്കണ കണ്ട അതുപോലത്തെ ഒക്കെ വല്ലതും ഇട്ടോണ്ട് വീട്ടിൽ നിൽക്കാൻ നോക്കും. അവൻ പുറത്തിട്ടേക്കണ, ഞാൻ എൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കണ്ട ആരോട് പറയാൻ? അതോട്ടെ, സിനിമക്ക് പോണ ദിവസം എന്തായി? നമ്മൾ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവൻ മെനകെട്ടവനുണ്ടല്ലോ, അനിയൻ. അവനും ഭാര്യ എഴുന്നള്ളിച്ചോണ്ട് വരും. പിന്നെ അവർക്കുള്ള ടിക്കറ്റ് കൂടെ നമ്മൾ എടുത്ത് കൊടുക്കണം. ഇത് പോവും അവിടുന്ന്. അതിനെ നിങ്ങളുടെ അപ്പനെയും കൂടെ സിനിമക്ക് കൊണ്ടുപോയാൽ മതി. അപ്പം എല്ലാവരുടെയും കൂടെ ടിക്കറ്റ് അപ്പനെ കൊണ്ടെടുപ്പിക്കാം. അത് ഐഡിയ ആണ്. രണ്ടുപേരും കൂടി ഒരു മർമറിങ് ഒന്നുമില്ലപ്പാ, വൈകിട്ട് എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോകണം എന്നൊരു പ്ലാനിങ് ആയിരുന്നു. നല്ല ഐഡിയ ആണ്. സിനിമക്ക് പോയിക്കോ. അയ്യോ, ഞങ്ങളൊറ്റക്കല്ല, പിന്നെ അപ്പനും കൂടെ ഞങ്ങളുടെ കൂടെ വരണം. ഞാനില്ല, ഞാൻ പണ്ട് അങ്കക്കുറി കണ്ടു നിർത്തിയതാ. ശേ, നല്ല സിനിമയാണപ്പാ. ഏത് പടം? വാഴ 2. വാഴ 2 എന്ന് പറഞ്ഞാൽ വാഴയുടെ ഒരു ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയായിരുന്നു. ഇപ്പൊ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. വാഴ 2 ഉഗ്രം പടം. നമുക്ക് പോവാം. അത് നിങ്ങൾ വാഴ 2 നിങ്ങൾ തന്നെ പോയിക്കോ. ഞാനില്ല. ഞാൻ ഈ 2 വാഴകളെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഇനി ഒരു വാഴ കാണാനുള്ള ത്രാണി എനിക്കില്ല. തിരുമ്പാൻ പറ്റും. അതെ,
മരവാഴകളിലുള്ള ദൈവം എനിക്ക് തോന്നുന്നു. എന്തേ ഇന്ന് മീൻ വെക്കണം ബീഫ് വെക്കണം. എങ്ങനെ? ഇന്ന് മീൻ വെക്കണം ബീഫ് വെക്കണം. ഓ നിന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ അങ്ങനെ തന്നെ ഉണ്ടാക്കി തന്നെ പോലെയാണ്. മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് വെക്കും, ബീഫ് വേണമെന്ന് പറഞ്ഞാൽ മീൻ വെക്കും. പിന്നെ ഇതിനെപ്പോൾ ചോദിക്കണത്? നിങ്ങളുടെ തീരുമാനം എന്താന്ന് പറ, എന്നിട്ട് വേണം എനിക്ക് എന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട്. എന്നാ നിന്റെ തീരുമാനം എന്താണ് നടക്കട്ടെ? എന്നാ മന്തി ഉണ്ടാക്കട്ടെ. കുറേ നാളായി മന്തി എന്നിട്ട് ദേ നിന്റെ ഭാര്യ മന്തി ഉണ്ടാക്കാൻ പോണെയാണ്. നമുക്ക് എല്ലാവർക്കും മന്തി കഴിക്കാം. ഇന്ന് തേങ്ങ ഇരട്ടിത്താ. മന്തിക്ക് എന്തിനാ തേങ്ങ? പിന്നെ ചമ്മന്തി ഇറക്കണമെങ്കിൽ തേങ്ങ വേണ്ടായിരിക്കും. ചമ്മന്തി എന്നാണ് പറഞ്ഞത്. ആ കഞ്ഞി ചമ്മന്തി അത് കഴിച്ചാ മതി. വാ പണിയുണ്ട്. തേങ്ങ ഇറങ്ങിയിട്ട് വരാം. ഇങ്ങോട്ട് വാ. അച്ചായോ അച്ചായോ ആ ഞങ്ങളാ. വാ കരുവാ ആരാ ഇത്? എന്താണ് വിശേഷം? പല പിരിവാണ്? പിരിവൊന്നുമല്ല, നമ്മളെ കണ്ടപ്പോ ഒരു പിരിവ്. ചെറുക്കൻ്റെ കല്യാണമാണ്. ആ എന്നാണത്? അടുത്ത മാസം 4-ാം തീയതി, മെയ് 4-ന്. ഓ, ജനാധിപത്യ മഹോത്സവത്തിന്റെ റിസൾട്ടിന്റെ എന്നാണല്ലോ. അതെ. ചിലവർ ജയിക്കും, ചിലവർ തോക്കും, ചിലവർ പറന്തലാവും. അന്ന് തന്നെ വേണമെന്നാണ് നിർബന്ധം. ആ ആയിക്കോട്ടെ, നല്ല ദിവസമാണ്. അപ്പൊ എവിടെ വെച്ചാണ്? ഏത് പള്ളിയിൽ വെച്ചാണ്? എൻ്റെ പൊന്നച്ചായ, എനിക്ക് ദൈവവും പള്ളിക്കാരും പട്ടക്കാരും വിശ്വാസം ഇല്ലെന്നറിയാലേ. അതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോവും, നേരെ രജിസ്റ്ററിൽ ഒപ്പിടും, അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടും, വീട്ടിലൊരു ചെറിയൊരു പരിപാടി നടത്തും. അച്ചായനും ഫാമിലിയും കൂടി വരണം. അതെന്താ അങ്ങനെ? എൻ്റെ പൊന്നച്ചായ, ഇവൻ്റെ കാര്യം അച്ഛൻ അറിയാമല്ല. ഇവൻ ഈ രാഷ്ട്രീയം പ്രകടനത്ത് ഒരു വിശ്വാസമില്ല ഇവന് ഈശ്വരനുള്ളതും. എന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് നിർത്തി ഞങ്ങൾ ഒരു പെണ്ണിനെ കാണിച്ചു തന്നു. എന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അടുത്ത മാസം 4-ാം തീയതി കല്യാണം ഫിക്സ് ചെയ്തേക്കണേ. ഒക്കെ നല്ലതാണ്. ദൈവം എന്ന് പറയണത് ഒരു വലിയവനെ നമ്മൾ കാണാത്തൊരു അതിദ്രിയ ശക്തിയാണത്. അതെ. ദൈവം പേര് തരും, പ്രശസ്തി തരും, പണം തരും, അധികാരം തരും, എല്ലാം നമുക്ക് വാരിക്കോരി തരും. അവസാനം ദൈവം കല്യാണവും കഴിപ്പിച്ചു തരും. എന്താണെന്നറിയോ? അതിപ്പോൾ നമ്മൾ ഭാര്യ മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ. അല്ല, ദൈവത്തെ മറക്കാതിരിക്കാൻ. അതെന്താ വെച്ചാൽ അങ്ങനെ? എടാ, എനിക്കുണ്ടല്ലോ മരവാഴകളെ പോലത്തെ 2 മക്കള്. ഇവനെ പോലത്തെ ഈശ്വരവിശ്വാസം ഇല്ലാത്തവന്മാരായിരുന്നു അവര് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞ് പെണ്ണ് കെട്ടിച്ച്. എടാ, പെണ്ണ് കെട്ടിയതിന് ശേഷം എൻ്റെ അമ്മ സത്യം, ദൈവത്തെ വിളിക്കാത്ത ദിവസങ്ങളില്ലടാ.